പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നവംബർ മാസം നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസത്തിൽ നന്നായിട്ട് ബലിയർപ്പിച്ച് ആണല്ലോ അല്ലേ നമ്മൾ ഇന്ന് ശരിക്കും നമുക്ക് പൂർവികർക്ക് വേണ്ടി ഒരു സമ്പൂർണ്ണ ജപമാല, 4 ജപമാല, അതുപോലെ തന്നെ ചുരുങ്ങിയത് ഒരു 4 കരുണക്കൊന്തൊക്കെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ പൂർവികർക്ക് വേണ്ടി ശക്തമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം അത് വലിയൊരു അഭിഷേകമായിട്ട് നമ്മുടെ കുടുംബത്തിന് തീരുന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇന്നലെ നമ്മളുടെ ഫോട്ടോയിലെ ശുശ്രൂഷകളൊക്കെ നന്നായിരുന്നു കേട്ടോ. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകം നന്ദി. പലരും ഫോൺ ചെയ്തൊക്കെ ചോദിച്ചു എന്തായി വെച്ചാന്നൊക്കെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമാലേഖനം 9:17. അവിടെ വചനം പറയാണ്, വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. അതായത് ഫറവോ ഒരു വിജാതീയ രാജാവാണ്. ആ രാജാവിനെ പോലും ഉയർത്തിയത് കർത്താവിനെ സാക്ഷിക്കാൻ വേണ്ടിയാണ് എങ്കിൽ മാമോദീസായും സ്ഥൈര്യലേപനവും സ്വീകരിച്ച എൻ്റെ പ്രിയ കർത്തൃദാസൻ ദാസി, എന്നെ കർത്താവ് ഉയർത്തിയിട്ടുള്ളത്, നിന്നെ കർത്താവ് ഉയർത്തിയിട്ടുള്ളത് പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ നാമം ഉദ്ഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രിയ സഹോദരങ്ങളെ ആരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയാറുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, നമ്മൾ ഈ പ്രസാദം അങ്ങനെ പൂജിച്ച വസ്തുക്കളൊക്കെ നമ്മൾ മറ്റുള്ള മതസ്ഥരൊക്കെ തരുമ്പോൾ നമ്മളത് മേടിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമാവുമല്ലോ എന്നൊരു കമൻറ്റ് പറഞ്ഞു. ഞാനപ്പോൾ അവനോട് ചോദിച്ചേ, നിനക്ക് അത് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഈശോയ്ക്ക് ചിലപ്പോൾ അത് സ്വീകരിച്ച വിഷമാവും. അതുകൊണ്ട് ശരിക്കും ഈശോയെ കുറിച്ച് നിനക്ക് അറിയാവോ? ഈശോ എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത് നിനക്ക് അറിയാവോ? ഈശോ നിന്നെയും സ്നേഹിക്കുന്നുണ്ട്. എടാ, അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു മറു ചോദ്യമോ അല്ലെങ്കിൽ ഒരു മറുപടിയോ ഈ രീതിയിലൊന്ന് സംസാരിക്കാൻ നീ എന്തെങ്കിലും തുനിഞ്ഞിട്ടുണ്ട്? അതൊന്നുമില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. എവിടെ ഭൂമിയിൽ ഉദ്ഘോഷിക്കുന്നു? സമാധാന സ്വസ്ഥതയുണ്ടോ? കുട്ടികൾക്കെന്നോ യുവതിവാക്കൾക്കെന്നോ മാതാപിതാക്കൾക്കെന്നോ? പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിലൊരു ഭയങ്കരമായൊരു ശൂന്യതയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാ കർത്താവ് എനിക്കിത് ഈ ഗതി വന്നതെന്ന് ചോദിക്കുന്നില്ലേ? നീ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് അത്. കർത്താവിനെ കുറിച്ച് പറയേണ്ടിടത്ത് കുറ്റകരമായ നിശബ്ദത നീ പുലർത്തിയതാണ് നിന്റെ വ്യക്തിജീവിതവും എൻ്റെ കുടുംബവും താറുമാറാകാനുള്ള കാരണമെന്ന് പ്രിയ ദൈവ പൈതലേ നീ മനസ്സിലാക്കണം. ഈ വചനം നമ്മൾ ഓരോരുത്തരും, അച്ഛനും നിങ്ങളും വ്യക്തിപരമായി ധ്യാനിച്ച് സഹോദരങ്ങൾ ഈശോയെ കുറിച്ച് പറയാൻ കിട്ടുന്ന അവസരങ്ങൾ, ഈശോയിൽ ജീവിക്കണം, ഈശോയിൽ നമ്മൾ ജീവിക്കണം, ഈശോയെ കുറിച്ച് പറയാനുള്ള അവസരങ്ങൾ നമ്മൾ പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രിയ സഹോദരങ്ങളെ നോക്കിയേ, നാളെ 25 നോമ്പാണ്. ഭക്ഷണകാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണത്തിലൊന്നും ഒരു കാര്യമില്ല എന്ന് ആരും പറഞ്ഞേക്കരുത്. കാരണം ദാനിയേലിന്റെ പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട്. തുടർന്ന് നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ എനിക്ക് പ്രിയങ്കരനായ ദാനിയേലേ, അതായത് നോമ്പെടുക്കുന്നവർ, ഉപവാസം എടുക്കുന്നവരൊക്കെ ദൈവത്തിന് പ്രിയങ്കരനാണ്, പ്രിയങ്കരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ വിധത്തിൽ നമ്മൾ നോമ്പും, അത് ഭക്ഷണത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കുറേയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുകയോ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറുന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ, അതായത് നിശ്ചയമായിട്ടും നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ നൂല് കെട്ടി ഇറങ്ങുന്ന ശാപങ്ങളും തകർച്ചകളും ദുരന്തങ്ങളും പ്രിയ സഹോദരങ്ങളെ നോമ്പ് ഉപവാസം, യോന നിനവേക്കാര് നോമ്പും ഉപവാസവും പരിത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അതങ്ങനെ വഴിക്ക് പോയി, സൈഡിലൂടെ പോയി. അതാണ് നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പരിഹാരത്തിന്റെയൊക്കെ മെച്ചം. മാതാപിതാക്കളെ ശക്തമായ വിധത്തിൽ നോമ്പെടുക്കാനായിട്ട് നമ്മൾ എടുക്കണം, മക്കളെ നിർബന്ധിക്കണം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും